നമസ്കാരം. മൈൻഡ് വൈബ് എന്നെ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നൊരു ചോദ്യമാണ്, ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ്? പെട്ടെന്ന് നമ്മൾ മറുപടി പറയും, ഹിമാലയ പർവ്വതം. ഹിമാലയ പർവ്വതം ഈ ഭൂമിയിലെ ഒരു അത്ഭുതമാണ്. ഏറ്റവും വലിയ കൊടുമുടികൾ, മഞ്ഞുമലകൾ, ആർക്കും തകർക്കാൻ വയ്യാത്ത പാറക്കെട്ടുകൾ, അത്ര ശക്തമാണ്. പക്ഷേ നിങ്ങൾക്കറിയാമോ, അതിനേക്കാൾ ശക്തമായ ഒരു കാര്യം നമ്മിലുണ്ട്. അതാണ് മനുഷ്യ മനസ്സ്. അപ്പോൾ മനുഷ്യ മനസ്സ് എന്തുകൊണ്ട് ഹിമാലയത്തേക്കാൾ ശക്തി ഉള്ളത് എന്ന് പറയുന്നത് 3 പ്രധാന കാര്യം നമുക്ക് നോക്കാം. 1, ഹിമാലയത്തിന് അതിരുകളുണ്ട്. മനുഷ്യ മനസ്സുകൾക്ക് അതിരുകളില്ല. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തിക്കും മനുഷ്യൻ്റെ മനസ്സിൻ്റെ ചിന്തയ്ക്കും ഒന്നും അതിരുകളില്ല. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയവരാണ് എഡ്മണ്ട് ഹിലാരിയും ടെൻസൻ നോർഗയും. ഇവർ അവിടെ കാല് കുത്തുന്നതിന് മുൻപ് അവരുടെ മനസ്സിൽ തീരുമാനമെടുത്തു, ഈ എവറസ്റ്റ് കൊടുമുടി ഞങ്ങൾ കീഴടക്കുമെന്ന്. അപ്പോൾ ആ മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ് കൊടും തണുപ്പിനെയും ഉയരമുള്ള ഹിമാലയത്തെയും അവർ കീഴടക്കി. അത്രയ്ക്ക് ശക്തമാണ് മനുഷ്യൻ്റെ മനസ്സ്. 3, ഇതുപോലെ ഹിമാലയം പോലെ നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ വലിയ കടങ്ങൾ, കരിയറിലുള്ള പരാജയങ്ങൾ, ബ്രേക്കപ്പുകൾ, നമ്മളെ തളർത്തുന്ന രോഗങ്ങൾ, ഇവയൊക്കെ ഹിമാലയം പോലെ നമുക്ക് ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഓർക്കുക, പ്രതിസന്ധികളേക്കാൾ നിങ്ങളുടെ മനസ്സ് ശക്തമാണ്. വിൽ പവർ അല്ലെങ്കിൽ ഇച്ഛാശക്തി ഏറ്റവും വലിയ ആയുധമാണ്. പ്രശസ്തനായ ന്യൂറോ സയൻറ്റിസ്റ്റ് ആൻ്റോണിയോ ഡമാൻഷ്യോ അദ്ദേഹത്തിൻ്റെ ഡിസ്കാർട്ടോ ഇറർ എന്ന ബുക്കിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തീരുമാനമെടുക്കുവാൻ അനിവാര്യമാണ്. വികാരങ്ങൾ നമ്മളുടെ ശത്രുക്കളല്ല, അത് തീരുമാനമെടുക്കുവാൻ അനിവാര്യമാണ്. ഇനിയും നമ്മുടെ മനസ്സിനെ ഹിമാലയം പോലെ ശക്തീകരിക്കുന്ന 3 ലളിതമായ കാര്യങ്ങൾ നോക്കാം. 1, നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുക. കൺട്രോൾ യുവർ തോട്ട്സ്. മഞ്ഞുകളും ഹിമാലയത്തിൽ വന്നുകൂടുന്നത് പോലെ നമ്മുടെ മനസ്സിലും അനേക നെഗറ്റീവ് ചിന്തകൾ വരുന്നു. അപ്പോഴൊക്കെ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മളെ തന്നെ നിയന്ത്രിക്കുക. 2, സ്വയം വിശ്വസിക്കുക. സെൽഫ് ബിലീഫ്. എന്നെക്കൊണ്ട് സാധിക്കും, ഞാൻ തോൽക്കാൻ തയ്യാറല്ല എന്നൊക്കെ നമ്മൾ എപ്പോഴും തീരുമാനമെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. 3, പ്രതിസന്ധികളെ വെല്ലുവിളികളാക്കി തീർക്കുക. ടേൺ ക്രൈസിസ് ഇൻറ്റു ചലഞ്ചസ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അത് വെല്ലുവിളികളാണെന്ന് കരുതിക്കൊണ്ട് തന്നെ നമ്മൾ ശക്തി ആർജിക്കണം. അങ്ങനെ പ്രതിസന്ധികളെ ശക്തിയോടെ നേരിടുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തിയുള്ളവരായിത്തീരും. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മുടെ മനസ്സ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് ഹിമാലയത്തേക്കാൾ ശക്തിയുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഹിമാലയം പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെ നിങ്ങൾ എങ്ങനെ നേരിട്ടു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. മൈൻഡ് വൈബ് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കണ്ട. ഇനിയും അടുത്തൊരു വീഡിയോയുമായി നമുക്ക്
നമുക്ക് കാണാം.